കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവരെ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ വഴികളിലെ ദേവതരെ ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകള് പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലിൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരൂസരെ നീക്കാമേ. എന്റെ പേരുടെ ഐസയുടെ തിരുവചനങ്ങള് 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണ്, പുതിയ വചനങ്ങളല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോ ദൈവത്തിന്റെ ഭാഗത്തു നിന്നായി വചനം വരുന്നത് അല്ലേ? ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുമ്പോ ദൈവത്തിന്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകി പോയിട്ടില്ലെന്ന് പറയണം. ഇതിന്റെ ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രയോഗത്തില് ഇതിന്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാല്, അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലെ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം. ഇപ്പൊ ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട്, അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മള് ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇത് എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം. അതാണ് വിഷയം. ദൈവം അത് വേണമെന്ന് വെക്കണം. ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കില് എന്താണ്? നീ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിന്റെ ഒരു മനസ്സുണ്ട്. എന്താണ്? നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഏശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതും ദൈവത്തിന്റെ ഭാഗത്താണ് പറയണത്. ദൈവമാണ് പറയണത്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ്. പക്ഷെ ഇനി മനുഷ്യന്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം, എന്താണ്? ഞാൻ ദൈവത്തിന്റെ സന്നിധിയില് വിലമതിക്കാനാവാത്തതാണ്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധി വിലമതിക്കാനാവാത്തതാണ്. ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ 2 വചനങ്ങളും തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പൊ ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം
ധന്യമായിരിക്കണം. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് കൊണ്ടല്ല ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത്. ഇപ്പൊ ലൂക്കായുടെ സുവിശേഷം ഇല്ലേ, എന്താണ്, സമ്പത്ത് കൊണ്ടല്ലല്ലോ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നനാകണത്. ലൂക്ക 12:15. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പൊ ദൈവം ചില കാര്യങ്ങള്, നമ്മള് ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് സമ്പത്തിന്റെ കൂടെ കുറെ കാര്യങ്ങൾ വരും, സ്ഥാനമാനങ്ങൾ വരും. അപ്പോഴും ദൈവം പറയും മനുഷ്യ ജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത്. ചിലപ്പോൾ സൗന്ദര്യം വരും, അപ്പോൾ ദൈവം പറയും മനുഷ്യ ജീവിതം സൗന്ദര്യം കൊണ്ടല്ല ധന്യമാകണത്. അപ്പൊ ആ സമ്പത്തിന്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായി പോയി. ദൈവത്തിരുസന്നിധി മൂല്യം ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ദൈവത്തിരുസന്നിധി മൂല്യതയുള്ളത്? ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാകണം. ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാകണം. ദൈവത്തിന് വേസ്റ്റായിട്ട് തോന്നരുത്. അതിന് ആവശ്യമുള്ളവരെയാണ് അവരെ വിളിക്കാൻ എടുക്കണത്. അവന് ആവശ്യമുള്ളവരെ. അത് യോഹന്നാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അവൻ തനിക്ക് ആവശ്യമുള്ളവര് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാ കിടക്കണത്. ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ്. ഒരു ആവശ്യത്തിന് വേണ്ടി അവരെ അയക്കാനാണ്. എന്തിനാണ്? അതല്ലേ മാർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചത്. അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ്. തനിക്ക് ആവശ്യമുള്ളവരെ. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ആവശ്യമുള്ളവരെയാണ് അടുത്തേക്ക് വിളിക്കണത്. എന്താ കാര്യം? ആവശ്യം എന്താ? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. അതാണ് വിഷയം. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത്. അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം. തനിക്ക് ആവശ്യമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. കാര്യം എന്താ? ഇഷ്ടപ്പെട്ടിട്ട് പ്രത്യേക നോക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. ഒന്ന് തന്റെ കൂടെ ആയിരിക്കണം. തന്റെ കൂടെ ആയിരിക്കണം നിസ്സാരമില്ല. മനസ്സുകൊണ്ട് കർത്താവിന്റെ കൂടെ ആയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി. എന്റെ പൗരോഹിത്യം ഇന്നലെ 40 വർഷം തികഞ്ഞ്. മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം. അപ്പൊ നമ്മൾ യേശുവിന്റെ കൂടെ അല്ല. ശരിക്കും പറഞ്ഞ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മള്. അപ്പൊ അതാണ് തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം. പലരെയും നമ്മൾ നോക്കുമ്പോ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിന്റെ ആൾക്കാർ പോലും ദൈവത്തിന്റെ കൂടെ അല്ല ശരിക്കും. അതുകൊണ്ടല്ല പൊളിറ്റിക്സ് ഒക്കെ സഭയിൽ വരണത്. ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ? അപ്പൊ അതിന് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് ഇവരധിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും വരും. അപ്പൊ തന്നോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാ ആയിട്ട് വരും. ഒരു വെല്ലുവിളിയാ. അപ്പൊ അത് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് യേശുവിന്റെ കൂടെ ആണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത്. പിന്നെന്താ രണ്ടാമത്തെ കാര്യം? തന്നോട് ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാൻ അയക്കാനും കാരണം സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവതിരുസന്നിധിയിലെ മൂല്യതയുള്ള. ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് വീണുപോയ
രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിന്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവദിവസനെതിരെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ.